ഹായ്. പൈങ്കിളി ഡയറക്റ്റഡ് ബൈ ശ്രീജിത്ത് ബാബു. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ജിത്തു മാധവനാണ്. നമ്മുടെ ആവേശം, രോമാഞ്ചമൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് ഈ പടം എഴുതിയിരിക്കുന്നത്. ഫഹദ് ഫാസിലും ജിത്തു മാധവനും ചേർന്നിട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ രണ്ട് പേരുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ പടം കാണാനായിട്ട് കയറിയത്. പക്ഷേ ഈ രണ്ട് ബ്രാൻഡ് വാല്യൂവും എന്നെ വേണ്ട രീതിയിൽ ഈ സിനിമയിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും, നിങ്ങളും കൂടി കണ്ടു നോക്കാം. ഈ പടത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു 90s വസന്തവും അതുപോലെ തന്നെ ഒരു 2K വസന്തവും. സജിൻ ഗോപ് അവതരിപ്പിക്കുന്ന സുഗു എന്ന് പറഞ്ഞ കഥാപാത്രമാണ് നമ്മുടെ 90s വസന്തം. 2K കിഡ് അല്ലെങ്കിൽ 2K വസന്തമാണ് നമ്മുടെ ശരണ്യല്ല, അനശ്വര രാജന്റെ കഥാപാത്രം. ബേബി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ 90s വസന്തങ്ങൾ ഉണ്ടല്ലോ, അതായത് 90s ജനിച്ച് ഇപ്പോഴും സെറ്റിൽഡ് ആവാത്ത, മാരീഡ് ആവാത്ത, ഫേസ്ബുക്കിൽ ഈ പോസ്റ്റൊക്കെ ഇട്ട് ഗ്രൂപ്പിലെല്ലാം ഈ പോസ്റ്റും അതുപോലെ തന്നെ പ്രണയ കോട്സും അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷൊക്കെ ഇടുന്ന ആ ഒരു ടൈപ്പ്, ആ ഒരു ജനറേഷൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ. അനശ്വരയുടെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ജനറേഷനിലുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ ഒളിച്ചോട്ടാണ് ഈ സിനിമയുടെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒളിച്ചോടുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഈ സിനിമ വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒളിച്ചോട്ടാണ് ഈ